ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രൊഫൈസ് വേവ്സ്, പ്രൊഫൈസിൻ്റെ പിന്നാമ്പുറ കാഴ്ചകൾ ഏറ്റവും ഭംഗിയായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. മെയിൻ വെന്യൂവിലെ രംഗങ്ങൾക്ക് പുറത്ത് നമ്മൾ ഒരുപാട് ഗസ്റ്റുകൾ, അതിഥികൾ നമ്മളുമായി പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൊഫൈസ് വേവ്സിൻ്റെ ഈ ഒരു സെഷനിൽ നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ആദരണീയ ഒരു അതിഥിയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ബഹുമാനനായ സംസ്ഥാന പ്രസിഡന്റ് PN അബ്ദുൽ ലത്തീഫ് മദനിയാണ് വേവ്സിലെ ഇപ്പോഴത്തെ ചർച്ചയിൽ നമ്മുടെ കൂടെയുള്ളത്. ഉസ്താദ്, ഈ ചർച്ചയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ പ്രൊഫൈസ് അതിൻ്റെ 4ാമത്തെ എഡിഷനിലാണ് ഇപ്പോൾ നമ്മൾ അൽഹംദുലില്ലാ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ടായി. ഇന്നലെ നല്ല ഒരു പ്രോഗ്രാം ഓപ്പൺ ഡയലോഗ് എന്ന പേരിൽ നമ്മൾ സംഘടിപ്പിച്ചു. പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ഈ പ്രൊഫൈസ് അതിൻ്റെ ഒരു ശൈശവദശയിലാണ് ശരിക്കുള്ളത്. ഈ ഒരു 4 വർഷം ആയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ മൊത്തം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രബോധന ചരിത്രത്തിൽ ഇപ്പോൾ പിറവിയെടുത്ത ഈ ഒരു പ്രൊഫൈസ് വളരെ വിജയകരമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ യാത്രയുടെ കുറേ കാലത്തെ ചരിത്രം അറിയുന്ന ഒരു ഉസ്താദ് എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രൊഫൈസ് ഏറ്റവും ശക്തമായി നമ്മുടെ പ്രത്യേകിച്ച് യുവജനങ്ങളിൽ സ്വാധീനിച്ച ഒരു പരിപാടിയായിട്ടാണ് എൻ്റെ അനുഭവത്തിലുള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്കാലത്തും അതിൻ്റെ യുവജനങ്ങൾ, ചെറുപ്പക്കാരായ ആൾക്കാർ വളരെ സജീവരാണ്. വളരെ ശുഷ്കാന്തിയോടുകൂടി, ത്യാഗ മനോഭാവത്തോടുകൂടി ഏതൊരു പദ്ധതിയും അത് വിജയിപ്പിച്ചെടുക്കുവാൻ അവർ വളരെയധികം ശക്തമായി രംഗത്തിറങ്ങുന്നതായിട്ടാണ് അനുഭവം. ഇപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളുടെ പ്രോപ്കോൺ ആയാലും അതുപോലെ യൂത്ത് വിഭാഗം സമർപ്പിച്ചിട്ടുള്ള ഈ പ്രൊഫൈസ് ആയാലും അത് വളരെ പ്രകടമായി കാണാനുണ്ട്. ഇപ്പം മുജാഹിദ് പ്രസ്ഥാനത്തിലെ ദുഃഖകരമായ പിളർപ്പിന് ശേഷം, പിളർപ്പ് എന്ന് നമുക്കതിന് പറഞ്ഞുകൂടാ, ഒരു കൃത്യമായ മനഹജിൻ്റെയും ഒരു കൃത്യമായ ആശയധാരയുടെയും ഒരു കൃത്യമായ പ്രമാണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒന്ന് പ്രത്യേകമായ പ്രവർത്തനം ആവശ്യമുള്ള ഒരു മേഖലയായിരുന്നു ഇസ്ലാമിക ദഅവത്ത്. അതുകൊണ്ട് യഥാർത്ഥമായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും ശേഷമുള്ള ഉത്തമ നൂറ്റാണ്ടിലെയും നല്ല മനുഷ്യന്മാരുടെ മനഹജും ജീവിത രീതിയും സ്വീകരിച്ചുകൊണ്ട് അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ഒരു സംഘം എന്ന നിലക്ക് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിൻ്റെ ഉപഘടകങ്ങളും എല്ലാം ഇന്ന് ദഅവാരംഗത്ത് വളരെ ആക്റ്റീവാണ്. അപ്പം അതിൽ പല പരിപാടികളും നിരന്തരമായി ഇന്ന് തന്നെ ഇപ്പോൾ അരീക്കോട് നമ്മുടെ മലപ്പുറം നോർത്ത് ജില്ലയുടെ ഫാമിലി കോൺഫറൻസ്. സാധാരണഗതിയിൽ ഇങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇത്ര ധൈര്യം ഉണ്ടാവില്ല. ഒരേ ദിവസം തന്നെ മേജർ 2 പരിപാടികൾ ഒരേ സമയത്ത് നടക്കുക എന്ന് പറയുന്നത് ഒരു സാഹസികമായ യജ്ഞം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അടുത്ത കാലങ്ങളിലായി അതൊന്നൊരു വിഷയമല്ല, അതിനും ആളുണ്ടാവും ഇതിനും ആളുണ്ടാവും എന്ന നിലക്കാണ്. അങ്ങനെയുള്ള ഒരു വലിയ പ്രതീക്ഷയോടുകൂടിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ കണ്ണൂർ വന്നപ്പം ധാരാളം നമ്മുടെ ചെറുപ്പക്കാരായ ആളുകൾ പല ഭാഗത്തു നിന്നും ഈ പ്രൊഫൈസിലെത്താൻ. അപ്പോൾ ഞാൻ അന്വേഷിച്ചു ഇന്നലത്തെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു, ഇന്നലെ തുടക്കമല്ലേ, അപ്പോൾ അവിടെ ലേശം ആളുകൾ കുറവുണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, ഇന്നലെ ഹാള് ഫുള്ളായിരുന്നു, വേദി മുഴുവനും പൂർണ്ണമായിരുന്നു തുടക്ക ദിവസം തന്നെ എന്നാണ് കിട്ടിയ വിവരം. അതേപ്രകാരം തന്നെ നമ്മുടെ ഫാമിലി കോൺഫറൻസിൻ്റെ കഥ, കുറച്ചൊരു മഴ വരുമോ എന്നൊരു ഭീതി ഉണ്ടെങ്കിലും തുറന്ന സ്ഥലത്ത് പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റേജിൽ ഒരുപാട് ആളുകളെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് ഫാമിലി കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ തിരക്കുകൾ കഴിഞ്ഞ ശേഷം, എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞ ശേഷം ഞാനും ആ ഫാമിലി കോൺഫറൻസിലേക്ക് എത്തണമെന്നാണ്. ജില്ലാ സമ്മേളനമാണ്. ഞാനടക്കമുള്ള ജില്ലയുടെ ഒരു പരിപാടി ആയതുകൊണ്ട് അവിടെ എത്തൽ നിർബന്ധമാണ്. ഏതായാലും അൽഹംദുലില്ലാഹ്, ഇത് ആരാണോ ഇതിന് തുടക്കം കുറിച്ചത്, ആരാണോ ഇങ്ങനെയൊരു സംവിധാനം ഉണ്ടാക്കിയത്,
അതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചവരും പിന്നീട് ആ പ്രൊഫൈസുമായി മുന്നോട്ട് പോകുന്ന എല്ലാ പ്രവർത്തകന്മാരായ ആളുകൾക്കും അള്ളാഹു ആരോഗ്യവും ആഫിയത്തും നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വിജയത്തിനായി പ്രത്യേകം പടച്ചവനോട് തേടുകയാണ്. നമ്മുടെ പിന്നെ ശരീഫ് സൂചിപ്പിച്ചതുപോലെ പ്രസ്ഥാനത്തിൻ്റെ ഒരു പൂർവ്വകാല ചരിത്രം മുതൽ പരിചയമുള്ള ഒരാളാണല്ലോ ഉസ്താദ്. അപ്പോൾ നമ്മുടെ സാധാരണ ഒരു പ്രോഗ്രാം നമ്മൾ ആരംഭിച്ചാൽ അതിനെ പടിപടിയായിട്ടാണ് ഒരു നല്ലൊരു ഹൈപ്പിലേക്ക് എത്തുക. കുറേ ആൾ വിജയമെന്ന് പറയാൻ വേണ്ടി പറ്റും. ചില ഒന്നാമത്തെ പ്രോഗ്രാം ചിലപ്പോൾ പരാജയം എന്നാണ് സാധാരണ പറയാറുള്ളത്. പരാജയം നല്ല ആളുകൾ കുറവായിരിക്കും. എന്നാൽ പ്രൊഫൈസ് എന്നുള്ളത് പിന്നെ ഇതിൻ്റെ ആദ്യം നടന്ന പെരിന്തൽമണ്ണ തന്നെ ഒരു നിറഞ്ഞ സദസ്സിലായിരുന്നു നടന്നിരുന്നത്. അതിനുശേഷം കഴിഞ്ഞ വർഷം മഡ്ലക്സിൽ 4000-ഓളം പ്രതിനിധികളാണ് പങ്കെടുത്തത്. അപ്പോൾ ഇത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മളെ ആളുകളൊക്കെ പറയാറുള്ളത് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നപ്പോൾ ആർക്കും ദീന് വേണ്ട എന്നായിരുന്നു. നമ്മുടെ പ്രോഗ്രാമിലൊക്കെ വർദ്ധിച്ച പങ്കാളിത്തമാണ് പ്രൊഫഷണലുകൾ അടക്കം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തെ നമ്മുടെ ഓരോ പിന്നെ ആളുകൾക്കും ആവശ്യമായ പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് ഒരാളുകൾ കൂടുന്നൊരവസ്ഥയും കാണുന്നു. അപ്പോൾ ഇതിനെ ഒരു ദഅ്വാ മേഖല നമ്മൾ നോക്കുമ്പോൾ ഇസ്ലാമിൻ്റെ ഒരു ഇതിൽ നമ്മൾ ഈ ഒരു സാഹചര്യം നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ വിസ്ഡം വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ എല്ലാ വിഭാഗങ്ങളും പൊതുവെ അവർ രംഗപ്രവേശനം ചെയ്യുന്ന എല്ലാ മേഖലകളും ഒരു വിജയകരമായ പരിപാടികളായിട്ടാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ കാര്യമെടുത്താൽ എത്ര ശക്തവും വ്യവസ്ഥാപിതവുമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ മദ്രസ സമ്പ്രദായം, അവിടുത്തെ ടെക്സ്റ്റ് ബുക്കുകൾ, അധ്യാപകരുടെ ട്രെയിനിങ്, അധ്യാപക സമ്മേളനങ്ങൾ, ഇതൊന്നും മുമ്പ് നമ്മുടെ പഴയകാല ചരിത്രങ്ങളിൽ ഇങ്ങനെ മദ്രസ അധ്യാപകർക്ക് മാത്രമായ ഒരു സമ്മേളനമൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതിപ്പോൾ പലർക്കും മാതൃകയാവുകയും ചെയ്യുന്നുണ്ട്. വിഷ്ണുമത് തുടങ്ങിയതോടുകൂടി ഇത് തിരക്കടില്ലാത്ത ഒന്നാണല്ലോ എന്ന് ഇപ്പോഴാണ് ചില ആളുകൾക്കൊക്കെ തോന്നി തുടങ്ങിയത്. അതേപ്രകാരം തന്നെ ഈ പ്രൊഫൈസ് അത് വളരെ വിജയകരമായി 4ാമത്തെ പ്രൊഫൈസ് നടത്തുമ്പം അപ്പോഴും അവിടെ വേറെ ചില എക്സും വൈയും സെഡും ഒക്കെ മാറ്റിക്കൊണ്ട് ഒരു പുതിയ നാമകരണത്തിൽ അത് ചെയ്താൽ തിരക്കടില്ല എന്ന് തോന്നി. അപ്പോൾ നമ്മൾ ഇവിടെ ഈ മഴ പെയ്താലും ചില സ്ഥലത്ത് മരം പെയ്യുന്നുണ്ട് എന്ന് നമുക്ക് സ്വാഭാവികമായും മനസ്സിലാക്കാം. അതുകൊണ്ട് വിസ്ഡം എന്ന് പറയുന്നത് അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ സ്വാധീനം വളരെ വ്യാപകമാണ്. പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകൾക്കിടയിൽ ഒരു ജാഗ്രതയുണ്ടാക്കാൻ, ഇസ്ലാമിക ദൈവത്തിൽ ഒരു പുതിയ ആവേശവും ഒരു പുതിയ മുന്നേറ്റവും ഉണ്ടാക്കാൻ എല്ലാ മുസ്ലിം സംഘടനകളുടെയും ഒരു മുന്നേറ്റത്തിനോ ഒരു ഉത്സാഹത്തിനോ വിസ്ഡത്തിൻ്റെ ഈ ചടുലമായ പ്രവർത്തനങ്ങൾ കാരണമാകുന്നുണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല. നമ്മളത് നിലനിർത്താൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ആരോടും നമുക്ക് പ്രത്യേകമായ ഒരു പകയോ വിദ്വേഷമോ ശത്രുതയോ ഇല്ല. വിസ്ഡത്തിൻ്റെ ഒരു നയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദഅ്വാ പരിപാടികളുമായി അത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. പിന്നെ മതപരമായ രംഗത്ത് ആളുകൾ പിന്നിലാണോ എന്ന ഒരു സംശയം സ്വാഭാവികമായിട്ടുണ്ടാകുന്നത് ചില സാമൂഹികമായ ദ്രോഹികളുടെ പ്രചാരവേലകൾ കൊണ്ട് മാത്രമാണ്. മതം ആർക്കും വേണ്ട എന്നൊരു പ്രചാരവേല അവർ വെറുതെ അഴിച്ചുവിടുകയാണ്. എന്നാൽ നമ്മുടെ അനുഭവങ്ങൾ അങ്ങനെയല്ല. എല്ലായിടത്തും മനുഷ്യർ മതത്തിലേക്ക് കടന്നു വരുന്നു, അതിൻ്റെ ആശയങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കാൻ തയ്യാറാകുന്നു. ഇപ്പം ഞാൻ ഈ 2 പ്രൊഫൈസിൽ, കഴിഞ്ഞ പ്രൊഫൈസിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ മുമ്പത്തെ 2 പ്രൊഫൈസിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പോൾ കൂട്ടത്തോടെ കുടുംബസമേതം ഭാര്യയും കുട്ടികളും ഒക്കെ കൂട്ടി അങ്ങനെ വളരെ താല്പര്യപൂർവ്വം ആളുകൾ വരികയും അതിൻ്റെ അവസാനം വരെ അവിടെ നിൽക്കുകയും പിന്നെ പുസ്തകങ്ങളോ അവിടെ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ചില പിന്നെ വൈജ്ഞാനികമായ കാര്യങ്ങളൊക്കെ നേടിക്കൊണ്ടാണ് എല്ലാവരും മടങ്ങിപ്പോകുന്നത്. അപ്പോൾ വളരെ നല്ലൊരു പരിപാടി, എല്ലാവർക്കും ഉപയോഗപ്പെട്ട ഒരു പരിപാടിയായിട്ടാണ് ഇത് മനസ്സിലാകുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിനിയും അക്ഷീണം തുടരണം. അത് എല്ലാ വർഷവും ഇൻഷാ അല്ലാഹ് ഇത് ഇങ്ങനെ സംഘടിപ്പിക്കുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് ചില വിസ്ഡത്തിൻ്റെ പരിപാടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ചില സ്ഥലത്ത് മാത്രം, അവിടെയാണല്ലോ നമ്മൾ ആളുകൾ കൂടുതലുള്ളത്, എന്നാൽ അവിടെ നടത്തുക എന്നൊരു പരിപാടി ഇല്ല. പൊതുവേ നമുക്ക് അങ്ങനത്തെ പരിപാടി നേരെ, അത് ഏറ്റവും വലിയ തെളിവാണ് തിരുവനന്തപുരത്ത് പ്രോഫ്കോൺ നടത്തി. അപ്പം ഞങ്ങളൊക്കെ ഈ പ്രായം ചെന്ന് ഞങ്ങൾക്ക് കുറച്ച് ആശങ്ക ഉണ്ടായിരുന്നു. എന്താണ് ഈ കുട്ടികൾ ഈ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ഇത് നടത്തിയിട്ട് എത്ര ബുദ്ധിമുട്ടാണ് അവിടെ വിജയിപ്പിച്ചെടുക്കാൻ. പക്ഷേ അതുമായി ചേർന്ന് ആ
പിന്നെ രംഗങ്ങളൊക്കെ വീക്ഷിച്ചപ്പോൾ എത്ര ആളുകളാണ്, പ്രത്യേകിച്ച് തിരുവനന്തപുരം, അതുപോലെ കൊല്ലം, പിന്നെ പത്തനംതിട്ട, ആലപ്പുഴ, അതുപോലെ എറണാകുളം മുതൽ അങ്ങോട്ട് തെക്കൻ കേരളത്തിൽ മുഴുവനും ഒരു ഇസ്ലാമിക ചലനമുണ്ടാക്കാൻ ഈ പ്രോഫ്കോണിന് സാധിച്ചു. അപ്പോൾ തിരുവനന്തപുരം തിരഞ്ഞെടുത്തത് നല്ലൊരു തിരഞ്ഞെടുപ്പായിരുന്നു എന്ന് പിന്നീട് ആ പരിപാടി വിജയകരമായി പര്യവസാനിച്ചപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. അപ്പോൾ അതാണ് സാധാരണഗതിയിൽ അങ്ങനെ ആളുകൾക്ക് എന്താണ് ഉപകാരപ്പെടുക, ഏറ്റവും പ്രയോജനപ്പെടുക എന്നതാണ് പൊതുവെ ഒരു പരിപാടിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം അതിൻ്റെ പ്രവർത്തകന്മാരായ ആളുകൾ ചിന്തിക്കുന്നത്. ആ നിലയ്ക്ക് ഇപ്പോൾ പ്രൊഫൈസ് കണ്ണൂരാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അൽഹംദുലില്ലാ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ ഈ അടുത്ത കാലത്ത് സലഫി പ്രസ്ഥാനത്തിന് നല്ല മുന്നേറ്റമുണ്ടായ ജില്ലയാണത്. എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷേ എങ്കിലും അതിൻ്റെ പ്രതിയോഗികളായ ഖുറാഫാത്തിലും ബിദ്അത്തിലും മറ്റ് ശിർക്ക് കാര്യങ്ങളിലും നേർച്ചകളും വഴിപാടുകളൊക്കെ ഈ ഭാഗത്ത് വളരെ കൂടുതലാണ്. വലിയ വലിയ പള്ളികൾ, മഖാമുകളും ജാറങ്ങളുമുള്ള പള്ളികൾ, അവിടെ ധാരാളം സന്ദർശകന്മാർ, ഔലിയാക്കന്മാരുടെ ബഹളം, ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്ത് ഈ പ്രൊഫൈസ് നടത്താൻ ഈ യുവാക്കൾ തയ്യാറായി എന്നുള്ളത് ഈ ഒരു എന്താ പറയുക, വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ ഇന്നത്തെ ചെറുപ്പക്കാർ മറ്റാരേക്കാളും സന്നദ്ധരാണെന്നതിൻ്റെ തെളിവാണ്. നമ്മളിപ്പോൾ ഈ ഒരു മാസം പ്രൊഫൈസിലാണ്. കഴിഞ്ഞ മാസത്തിൽ നമ്മുടെ പ്രോഫ്കോണായിരുന്നു. അതിൻ്റെ മുൻപത്തെ മാസം നമ്മുടെ അധ്യാപക സമ്മേളനമായിരുന്നു. അതിൻ്റെ തൊട്ട് മുൻപത്തെ ആഴ്ചയിലാണ് മദ്രസ അധ്യാപക സമ്മേളനം. അതായത് സമൂഹത്തിൻ്റെ ഓരോ കാറ്റഗറിയിലുമുള്ള ആളുകളെ പ്രത്യേകം വിളിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ, യുവാക്കളെ, വനിതകളെ, മൊത്തം കുടുംബങ്ങളെ, അതേ സമയത്ത് തന്നെ ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ കലാവാസനകൾ പിന്നെ വളർത്തിക്കൊണ്ടുവരുന്നിടത്തുള്ള സർഗവസന്തം പ്രോഗ്രാമുകൾ നടക്കുന്നു. ശരിക്കും ഇത് തന്നെ ആയിരുന്നില്ലേ നമ്മുടെ നേതാക്കന്മാരും നമ്മുടെ മുൻഗാമികളും കണ്ടിരുന്ന ദീർഘവീക്ഷണം? എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മുടെ വിദ്യാർത്ഥി വിഭാഗത്തേക്ക് രൂപീകരിക്കുമ്പോൾ നിങ്ങൾ ക്യാമ്പസുകളിലേക്ക് ഇറങ്ങിച്ചെല്ലണം, അവിടെയാണ് നിങ്ങളുടെ ദൗത്യമെന്നൊക്കെ നമ്മുടെ മുൻഗാമികൾ പറഞ്ഞിരുന്നുവെന്ന് പലപ്പോഴും പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ ആയിരുന്നില്ല ശരിക്കും നമ്മുടെ മുൻഗാമികൾ സ്വപ്നം കണ്ടിരുന്നത്? അതെ, അതായത് നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പൂർവ്വ പണ്ഡിതന്മാരുടെ ചില ആളുകളുടെയെങ്കിലും കൂടെ പ്രവർത്തിക്കാനും സഞ്ചരിക്കാനുമൊക്കെ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് KP മുഹമ്മദ് മൗലവിയുടെ, അദ്ദേഹം പ്രിൻസിപ്പാളായ ഒരു കോളേജിൽ അദ്ദേഹം പ്രിൻസിപ്പാളായിരിക്കെയാണ് ഞാൻ അധ്യാപകനായി ജോയിൻ ചെയ്യുന്നത്. ഏതാനും വർഷങ്ങൾ അദ്ദേഹത്തോടൊപ്പം തന്നെ ആ കോളേജിൽ അധ്യാപകനായി വർക്ക് ചെയ്തിരുന്നു. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചില ദൗത്യങ്ങൾ എന്നെ അദ്ദേഹം ഏൽപ്പിക്കാറുണ്ടായിരുന്നു. കാരണം ഞാനന്ന് വളരെ പരീക്ഷയിൽ നിന്ന് പാസ് ഔട്ടായ ഒരു നല്ല ഒരു ചെറുപ്പക്കാരനായ ഒരു പ്രായത്തിലാണ് ഞാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്നെ ഏൽപ്പിക്കാറുണ്ട്. എന്ന് മാത്രമല്ല, ഞാൻ ഒരു പ്രശംസനീയമായ നിലയ്ക്ക് അഫ്സലുൽ പാസ്സായപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈപ്പിടിയിൽ നദ്വത്തുൽ മുജാഹിദീൻ്റെ ലെറ്റർ പേഡിൽ എനിക്കൊരു അനുമോദന കത്ത്, ഒരു അഭിനന്ദന കത്ത് അയച്ചതാണ് KP മുഹമ്മദ് മൗലവി എനിക്ക് ഓർമ്മയുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത്, അദ്ദേഹത്തിൻ്റെയൊക്കെ മനോഭാവം, ആരാണോ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവുന്നത് അവർക്കെല്ലാ പ്രോത്സാഹനവും കൊടുക്കുക, അതിൽ സന്തോഷം രേഖപ്പെടുത്തുക, അവരെ മുന്നോട്ട് നയിക്കുക. ഇങ്ങനെ തന്നെയായിരുന്നു നദ്വത്തിൻ്റെ എല്ലാ നേതാക്കളുടെയും ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അപൂർവം ചില സന്ദർഭങ്ങളിലെങ്കിലും വിദ്യാർത്ഥികളുടെ മുന്നേറ്റം അതൊന്ന് നിയന്ത്രിക്കഴിഞ്ഞാൽ പറ്റില്ല. അവർ ലേശം ഒരു വിഷമത്തിലേക്ക് പോകുന്നുണ്ടോ, അതുപോലെ തന്നെ അതങ്ങനെ വേണോ ഇങ്ങനെ വേണോ, ഇങ്ങനെ വളരെ സമഗ്രമായി അധ്വാനിച്ച് ഒരു പദ്ധതി അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അവതരിപ്പിച്ചാൽ അതിൻ്റെ തുടക്കം എന്തെങ്കിലും ഒക്കെ നയപരമായ അല്ലെങ്കിൽ കാര്യങ്ങൾ പരിശോധിച്ച് ചർച്ച ചെയ്തതിന് ശേഷം അത് അംഗീകരിക്കപ്പെടുന്നതിന് പകരം ചില ദുർബല നിമിഷങ്ങളിലെങ്കിലും തിരസ്കരിക്കപ്പെടുന്ന അനുഭവങ്ങളും പഴയകാലത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംബന്ധിച്ചിടത്തോളം അത് ഒരു കഹൽക്കത്തിൻ മുഫറക എന്ന് അറബിയിൽ പറയും. അതായത് ഒരു അറ്റം കാണാത്ത ഒരു റിങ്ങാണ്. ആ റിങ്ങിൽ എവിടെയാണ് അതിൻ്റെ അറ്റമെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചു നോക്കാമെന്നല്ലാതെ എവിടെയാണ് അതിൻ്റെ അറ്റം എന്ന് ആർക്കും കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് വിദ്യാർത്ഥികളാകട്ടെ, യുവാക്കളാകട്ടെ, സ്ത്രീകളുടെ വിഭാഗമാകട്ടെ, അതുപോലെ മുതിർന്ന വിസ്ഡം ഓർഗനൈസേഷൻ്റെ ആളുകളാകട്ടെ, നമ്മുടെ ലിജിനയുടെ
പണ്ഡിത സഭയാകട്ടെ, ഇതെല്ലാം ഒരു ഹൽക്കത്തി മുഫറക, ഒരു അറ്റം കാണാത്തൊരു കണ്ണി, ഒരു വളയമാണ്. എല്ലാവരും ചേർന്ന് ശൂറയായി തീരുമാനിക്കുന്നു. അതുകൊണ്ട് ഒരാളെ വേണമെങ്കിൽ എല്ലാവരും കൂടി വേണമെന്ന് വെക്കും, വേണ്ടെങ്കിൽ എല്ലാവരും കൂടി അത് വേണ്ട എന്ന് വെക്കും. അപ്പോൾ എല്ലാവർക്കും കൃത്യമായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നു, കൃത്യമായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ പരിപാടി നമ്മൾ മാറ്റിവെക്കുന്നു. ഇതിലാർക്കും ആരോടും ആക്ഷേപമില്ല. ചെറുപ്പക്കാർക്ക് മുതിർന്ന ആളുകളോടോ മുതിർന്ന ആളുകൾക്ക് ചെറുപ്പക്കാരോടോ യാതൊരു ആക്ഷേപവുമില്ല. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു പ്രസ്ഥാനം പ്രവർത്തിക്കേണ്ടത്. അങ്ങനെയാവുമ്പോൾ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വമ്പിച്ച പുരോഗതി ഒരു പ്രസ്ഥാനത്തിന് നേടാൻ സാധിക്കും. വിജയ പ്രസ്ഥാനത്തിലും അങ്ങനെയൊക്കെ പ്രോത്സാഹനങ്ങൾ ധാരാളം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പഴയ കാലത്തെ നമ്മുടെ ആളുകളെ എടുത്തു നോക്കിയാൽ AP അബ്ദുൽ ഖാദർ മൗലവി ആകട്ടെ, KP മുഹമ്മദ് മൗലവി ആകട്ടെ, അലി അബ്ദുൽ റസാഖ് മൗലവി ആകട്ടെ, ഇവരൊക്കെ അങ്ങനത്തെ രംഗത്ത് പ്രോത്സാഹനങ്ങളും കാര്യങ്ങളൊക്കെ നൽകിയ ആളുകൾ തന്നെയാണ്. പിന്നീട് ഒരു ചെറിയ കാലം അപൂർവം ചില ദുഃഖകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പൊതുവെ മനുഷ്യ നന്മയിൽ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. നമ്മൾ ഈ ഒരു അൽഹംദുലില്ലാ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം നമുക്ക് പെയ്തിറങ്ങിയതാണ് നമ്മുടെ ഈ വളർച്ച. ഇന്ന് നമുക്ക് ഇപ്പോൾ ഉസ്താദ് നേരത്തെ പറഞ്ഞ പോലെ ഒരേ സമയത്ത് തന്നെ ഒരുപാട് പ്രോഗ്രാമുകൾ, ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുൻപ് കഴിഞ്ഞ ഞായറാഴ്ച നമ്മളെടുത്ത് നോക്കിയാൽ കോഴിക്കോട് നമ്മുടെ വലിയ ആദർശ സമ്മേളനം നടക്കുന്നു. അതേസമയത്ത് പാലക്കാട് ജില്ലയുടെ സർഗവസന്തം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, കണ്ണൂരിൽ ആ സമയത്ത് തന്നെ നമ്മുടെ പ്രവർത്തകർ മൊത്തം പ്രൊഫൈസിൻ്റെ അന്തിമഘട്ട പണികളിലാണ്. അങ്ങനെ തന്നെ അതെ ഒരു പ്രൊഫൈസല്ല, അതെ 6 വേദികളിലാണ് നടക്കുന്നത്. ഇങ്ങനത്തെ ഒരു വളർച്ചയിൽ അൽഹംദുലില്ലാ നമ്മളിപ്പോൾ ഉണ്ട്. ഇല്ലായ്മകളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും ആളില്ലാത്ത അവസ്ഥയിൽ നിന്നും തുടങ്ങിയതാണല്ലോ നമ്മുടെ പ്രസ്ഥാന പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ തലമുറയോട് ഈ ഒരു വളർച്ചയും ഒക്കെ ഉള്ളൊരു സമയത്ത് കൊടുക്കാനുള്ളൊരു നസീഹത്ത് എന്താണ്? സഹോദരന്മാരെ, ഇതിലെനിക്ക് തരാനുള്ള നസീഹത്ത് എന്ന് പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മക്ക ഫതഹിന് വേണ്ടി വരുമ്പോൾ, മക്ക ഫതഹിന് വേണ്ടി വരുന്ന അവസരത്തിൽ, അതായത് ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമായ ദഅവത്ത് നടത്തിയ ശേഷം മക്ക വിജയത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾ അവിടെയുണ്ട്, അദ്ദേഹം ജീവിച്ച നാടാണ്. പക്ഷേ ആ യാത്രയിൽ അദ്ദേഹം ഒട്ടകപ്പുറത്ത് അള്ളാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ട് ശിരസ് ഒട്ടകത്തിൻ്റെ പൂഞ്ഞയിൽ വെച്ച്, ചരിത്രം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ ഒട്ടകത്തിന് 2 ഭാഗത്തേക്ക് വലിച്ചിറങ്ങി എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അപ്പോൾ ഇന്നാ ഫതഹ്നാലക ഫതഹൻ മുബീന എന്ന ആ ആയത്തിൻ്റെ ഒരു വിജയകരമായ ഒരു പര്യവസാനമായിരുന്നു ആ മക്കാം വിജയം. ഇതേ പ്രകാരം തന്നെ എനിക്കെൻ്റെ സഹപ്രവർത്തകരോടായ ആളുകളോട് പറയാനുള്ളത്, നമ്മൾ പ്രവർത്തനത്തിൽ ഇഖ്ലാസ് കാണിക്കണം. ഇഖ്ലാസ് ഇല്ലാത്ത ഒരു പ്രവർത്തനവും അള്ളാഹു സ്വീകരിക്കുകയില്ല. മറ്റൊന്ന്, പരസ്പര ബന്ധങ്ങൾ, കണ്ണികൾ കൂട്ടിച്ചേർക്കണം. എല്ലാവരുമായും വളരെ നല്ല ഒത്തൊരുമയും ഒത്താശയും ഉണ്ടാകണം. യുവജനങ്ങളും വിദ്യാർത്ഥികളുമായ ആളുകൾക്കൊക്കെ അവർ മുതിർന്നവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ ഗുരുനാഥന്മാരെ ബഹുമാനിക്കുകയും, എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും ശൂറ, അത് അമ്രുഹും ശൂറ ബൈനഹും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ അവരുടെ ഇടയിൽ ശൂറ നടത്തിക്കൊണ്ട് നമ്മൾ കാര്യങ്ങൾ തീരുമാനിച്ചാൽ എല്ലാ നിലക്കും സുഗമമായി അത് മുന്നോട്ട് പോകും. ഇനി അതിന് സംശയമില്ല. ഒന്ന്, ജീവിതത്തിൽ നിങ്ങൾ ഇഖ്ലാസ് കാണിക്കുക, എല്ലാറ്റിനും സന്നദ്ധനാവുക. ഒഴിവ് കഴിവുകൾ മആദീർ അധികവും മാറ്റിവെക്കുക. ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന എസ്കേപ്പിസം, അത് നമ്മുടെ കുട്ടികൾക്ക് പാടില്ല. നമ്മൾ കാര്യങ്ങളെ ധൈര്യപൂർവ്വം നേരിടണം. അങ്ങനെ ധൈര്യപൂർവ്വം നേരിടാൻ നമ്മൾ വന്നാൽ അള്ളാഹുവിൽ തവക്കുൽ ഏറ്റവും പ്രധാനമാണ്. ഇഖ്ലാസും തവക്കുലും ഇല്ലാത്ത ഒരു പ്രവർത്തനവും വിജയിക്കുകയില്ല. അങ്ങനെ തവക്കുലുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം, കാന ഹക്കൻ അലൈന നസ്റുൽ മുഅ്മിനീൻ, വിശ്വാസികളെ സഹായിക്കൽ പടച്ചോൻ്റെ ബാധ്യത എന്ന് അള്ളാഹു ഏറ്റെടുത്ത കാര്യമാണ്. അതാണിപ്പോൾ നമ്മുടെ ഈ പ്രബോധന രംഗത്ത് ഈ കാണുന്ന ഇത്രയും വലിയ ഒരു ആൾക്കൂട്ടവും മുന്നേറ്റവും ജനസ്വാധീനവും ഒക്കെ നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്.
അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ മുറുകെ പിടിക്കുക. ഒന്ന് അള്ളാഹുവിൽ തവക്കൽ ചെയ്യുക, രണ്ട് ഇഖ്ലാസ് ഉണ്ടായിരിക്കുക, ഒന്ന് പരസ്പര സ്നേഹവും ബഹുമാനവും കാണിക്കുക, കഴിയുന്നത്ര പരമാവധി സൽസ്വഭാവം ജീവിതത്തിൽ പാലിക്കാൻ ശ്രദ്ധിക്കുക. സൽസ്വഭാവത്തിന് വലിയ സ്വാധീനം പ്രത്യേകിച്ച് പ്രബോധന രംഗത്തുണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രംഗത്ത് നല്ല തവക്കുലോടുകൂടി മുഖലിസീങ്ങളായി അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ പ്രവർത്തിക്കാൻ എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഏതായാലും പിന്നെ പ്രൊഫൈസും പ്രസ്ഥാനത്തിൻ്റെ ചരിത്രവും ഏറ്റവും അവസാനം യുവസമൂഹത്തോടുള്ള ഏറ്റവും നല്ലൊരു നസീഹത്തുമാണ് നമുക്ക് ബഹുമാനായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അധ്യക്ഷൻ PN അബ്ദുൽ ലത്തീഫ് മദനി അവകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് ഈ ഒരു സമയത്ത് നമ്മളുമായി കൂടി ചേർന്നതിൽ അങ്ങേയറ്റം നന്ദി അറിയിക്കുന്നു.